യു.എസിൽ H-1B വിസയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ആശങ്കയേറ്റുന്ന ഒരു സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടാൽ 60 ദിവസത്തിനകം രാജ്യം വിടാൻ നോട്ടീസ് ലഭിക്കുന്ന H-1B വിസക്കാരുടെ എണ്ണം കൂടുന്നുവെന്ന് പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ ബ്ലൈൻഡ് നടത്തിയ സർവേയിൽ കണ്ടെത്തി. ഇങ്ങനെ നോട്ടീസ് കിട്ടിയവരിൽ 6-ൽ ഒരാൾക്ക് നാട് വിടേണ്ടി വരുമെന്ന് പറയുന്നു. കൃത്യസമയത്ത് രാജ്യം വിട്ടില്ലെങ്കിൽ പിന്നീട് അമേരിക്കയിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകുന്നത് H-1B വിസക്കാർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സാധാരണ ജോലി പോയാൽ പുതിയ ജോലി കണ്ടെത്താനോ വിസ മാറ്റാനോ 60 ദിവസം കിട്ടും. എന്നാൽ 2025 മുതൽ പലർക്കും 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നോട്ടീസ് കിട്ടുന്നുവെന്ന് സർവേയിൽ പറയുന്നു. നിലവിലെ സാഹചര്യം കാരണം പലരും ഇന്ത്യയിലേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുകയാണെന്ന് സർവേയിൽ വ്യക്തമാക്കുന്നു. ഏകദേശം 45% ആളുകൾ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. 26% പേർക്ക് വേറെ രാജ്യത്തേക്ക് മാറാൻ താല്പര്യമുണ്ട്. ശമ്പളം കുറയുന്നത്, ജീവിത നിലവാരം താഴ്ന്നത്, കുടുംബ പ്രശ്നങ്ങൾ, കുറഞ്ഞ ജോലി സാധ്യതകൾ എന്നിവയാണ് ആളുകളെ പിന്തിരിപ്പിക്കുന്നതെന്ന് പറയപ്പെടുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ നോട്ടീസ് കിട്ടിയ പല സംഭവങ്ങളുമുണ്ടെന്ന് മെറ്റയിലെ ഒരു ജീവനക്കാരൻ ബ്ലൈൻഡ് ആപ്പിൽ എഴുതിയെന്ന് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തു. അതേസമയം ജോലി പോയാൽ ഉടൻ രാജ്യം വിടുന്നതാണ് നല്ലതെന്ന് നിയമ വിദഗ്ധർ ഉപദേശിക്കുന്നു. അല്ലെങ്കിൽ പിന്നീട് അമേരിക്കയിൽ വരാൻ പറ്റാത്ത സ്ഥിതി വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. അമേരിക്കൻ കമ്പനികൾ ഇന്ത്യക്കാരെ ജോലിക്കെടുക്കുന്നത് നിർത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വിവാദമായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ബ്ലൈൻഡ് നടത്തിയ അഭിപ്രായ സർവേയിൽ 63% അമേരിക്കയിലുള്ള പ്രൊഫഷണൽസുകളും ഇത് കമ്പനികൾക്ക് നല്ലതാണെന്ന് പറയുന്നു. എന്നാൽ 69% ഇന്ത്യയിലുള്ള ആളുകൾ ഇത് ദോഷകരമാണെന്ന് പറയുന്നു. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ കണക്കുകൾ പ്രകാരം 2023-ൽ 1,91,000 ഇന്ത്യക്കാർക്ക് H-1B വിസ ലഭിച്ചു. 2024-ൽ ഇത് 2,07,000 ഉയർന്നു. എങ്കിലും ഒരുപാട് പേർക്ക് ഗ്രീൻ കാർഡ് കിട്ടാൻ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. 2026-ൽ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ തെരഞ്ഞെടുത്ത H-1B രജിസ്ട്രേഷനുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. അതിനിടെ H-1B വിസകൾ വിതരണം ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തുന്ന ഒരു നിർദ്ദിഷ്ട നിയമം വൈറ്റ് ഹൗസിന്റെ ഇൻഫർമേഷൻ ആൻഡ് റെഗുലേറ്ററി അഫയേഴ്സ് ഓഫീസ് സ്വീകരിച്ചിട്ടുണ്ട്. പുതിയ നിയമം ഉടൻ തന്നെ പരസ്യമാക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള നറുക്കെടുപ്പ് സമ്പ്രദായത്തിന് പകരം ഉയർന്ന വരുമാനം നേടുന്ന അപേക്ഷകർക്ക് മുൻഗണന നൽകുന്ന ട്രംപ് ഭരണകൂടത്തിന്റെ പദ്ധതി പുനരാരംഭിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ഈ നീക്കം. എന്നാൽ ഈ നിയമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. US പ്രതിവർഷം 85,000 H-1B വിസകളാണ് അനുവദിക്കുന്നത്. അപേക്ഷകൾ ഇതിൽ കൂടുതലാണെങ്കിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത നറുക്കെടുപ്പ് പ്രക്രിയയിലൂടെയാണ് വിസകൾക്ക് അപേക്ഷിക്കാൻ അർഹരായ തൊഴിലുടമകളെ തിരഞ്ഞെടുക്കുന്നത്. H-1B പദ്ധതിയോട് ഒരു വിഭാഗം അമേരിക്കക്കാർക്ക് കടുത്ത എതിർപ്പുണ്ട്. H-1B വിസ അമേരിക്കൻ തൊഴിലാളികളുടെ, പ്രത്യേകിച്ച് ടെക്നോളജി മേഖലയിലുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നെന്നും കുറഞ്ഞ വേതനത്തിൽ വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും ട്രംപ് പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്.